പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളാണ്. 8 നോമ്പൊക്കെ അനുഷ്ഠിച്ച് മാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ അമ്മയുടെ മക്കളായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ അമ്മയ്ക്ക് ജന്മദിനത്തിന്റെ എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ചുകൊണ്ട് അത് നമ്മൾ സ്വീകരിക്കാം. അമ്മയ്ക്ക് കൃപ നിറഞ്ഞ സാന്നിധ്യമാണ് ആ അമ്മയുടെ ജന്മദിനത്തിൽ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അമ്മ മാതാവേ, ഹാപ്പി ബർത്ത്ഡേ മമ. അമ്മയ്ക്ക് എല്ലാ ജന്മദിനത്തിന്റെ ആശംസകൾ നേരുമ്പോ അമ്മയിൽ നിറഞ്ഞ കൃപയും അമ്മയിൽ നിറഞ്ഞ ദൈവ സാന്നിധ്യവും അമ്മയിൽ നിറഞ്ഞ എല്ലാ ശക്തിയും ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും നിറച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെ സന്നിധിയില് ഈ ജനന തിരുനാളിൽ നമ്മെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മയാണ്. ഉൽപ്പത്തി 3:15 ദൈവം പറഞ്ഞു സാത്താനോട്, സർപ്പത്തോട്, നീയും സ്ത്രീയും തമ്മിൽ, അവരുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ദൈവം ശത്രുത ഉളവാക്കിയ ഒറ്റ കാര്യമുള്ളൂ, സാത്താനെതിരെ ശത്രുത എന്ന് പറഞ്ഞാൽ അവനെ നശിപ്പിക്കുന്ന, അവനെ തകർക്കുന്ന ശക്തമായ ആയുധം പരിശുദ്ധമ്മയാണ്, പരിശുദ്ധയമ്മ. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ജനനം പിശാചിനെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഭയാനകമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് അമ്മ ജനിച്ചപ്പോ നരകം ഞടുങ്ങി വിറച്ചു. അമ്മ ജനിച്ചപ്പോ സാത്താൻ ആകപ്പാടെ പേടിച്ചു വിരണ്ടു. കാരണം ജന്മപാപമില്ലാത്ത ജനനം, ജനനത്തിൽ തന്നെ പാപമില്ല. നമ്മളൊക്കെ ജന്മപാപത്തോടെ ജനിച്ചപ്പോ പിശാചിന് അമ്മ വലിയ പേടിയൊന്നുമില്ല. പാപം എവിടെയുണ്ടോ അവിടെ പിശാചിന് അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ജനനം പിശാചിന് പേടിയൊന്നുമില്ല. എന്നാൽ പാപമില്ലാതെ ജനിച്ചവളുടെ മേൽ പിശാചിന് യാതൊരു അവകാശമില്ലെന്ന് മാത്രമല്ല, അവൾ സാത്താന്റെ തല തകർക്കും. അതുകൊണ്ട് പിശാചിന് ഏറ്റവും പേടിയുള്ള ജനന ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ജനനദിവസം. ആ ജനന തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അമ്മ മാതാവേ, ഈ ജനന തിരുനാളിൽ വലിയൊരു സമ്മാനം ചോദിക്കും. മറ്റൊന്നുമില്ല, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികള്, അഭിചാര്യത്തിന്റെ, ലഹരിയുടെ, അടിമത്തത്തിന്റെ, പല രോഗത്തിന്റെ, പൈശാചിക പീഡകളുടെ എല്ലാ ശക്തികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മാതാവേ, ഞങ്ങളെ വിടിവിക്കണം, മക്കളെ വിടിവിക്കണം, കുടുംബങ്ങളെ വിടിവിക്കണം എന്ന് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, 8 നോമ്പും അമ്മയുടെ ജനന തിരുനാളും വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്ന ചരിത്രമുണ്ട്. നമ്മുടെ കേരളക്കരയില് അതിന്റെ വലിയൊരു ചരിത്രം നമുക്കറിയാം. ടിപ്പു സുൽത്താനും അവന്റെ അധിനിവേശവും അവൻ ചെയ്ത പൈശാചിക പ്രവൃത്തികളും, 20,000 പടയാളികളും 2000-ഓളം കുതിരപ്പടയാളികളും 200-ഓളം പീരങ്കികളുമായിട്ട് മൈസൂരിൽ നിന്ന് പുറപ്പെട്ട ഈ വലിയ ശത്രുവാകുന്ന പൈശാചിക ശക്തി പേർന്ന മനുഷ്യൻ ചെയ്ത അകൃത്യങ്ങൾ നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട്. അനേകം മക്കളെ കൊന്നൊടുക്കി, അനേകം മക്കളെ മതം മാറ്റി, അനേകം മക്കളെ നശിപ്പിച്ച് സ്വന്തം അമ്മമാരുടെ കഴുത്തില് മക്കളെ കെട്ടിത്തൂക്കി. വലിയ ക്രൂരത. അനേകം മക്കളെ ബലാത്സംഗം ചെയ്ത് അവൻ പറയണ പോലെ മതം മാറാത്തവരെ കൊന്നൊടുക്കി. പോണ വഴികളിലൊക്കെ ഈ പ്രവൃത്തി ചെയ്ത് അവർ കടന്നു വരുമോ? ആ സമയത്താണ് നമ്മുടെ അമ്മമാര് മക്കളെ നശിപ്പിക്കുന്ന, തകർക്കുന്ന, കൊല്ലുന്ന ഈ അവസ്ഥയില് അമ്മമാര് മാതാവിന്റെ മധ്യസ്ഥതയില്
8 നോമ്പ് ആചരിച്ച് വലിയ പ്രാർത്ഥനയോടെ അമ്മയുടെ ജന തിരുനാളിന്റെ ശക്തിയും സാന്നിധ്യവും വിളിച്ചിറക്കി. പിന്നീട് ചരിത്രം നമുക്കറിയാം. മാവ് കൂനിപ്പോയ കഥ. മഞ്ഞുമേൽ ആ ദേവാലയത്തില് മഞ്ഞു മൂടി കാണാൻ പറ്റാത്ത വിധത്തില് ഈ പിശാചിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം പെരിയാറിൽ വെള്ളം പൊങ്ങി. അതിനുശേഷം തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെടുന്ന വലിയ പൈശാചിക ശക്തിയെ നശിപ്പിച്ച അവസാനിപ്പിച്ച കർത്താവിന്റെ ഇടപെടൽ ഈ അമ്മയുടെ മധ്യസ്ഥത്തിൽ സംഭവിച്ചതിന്റെ ചരിത്രമാണ് 8 നോമ്പിന്റെയും ഈ അമ്മയുടെ ജനന തിരുനാളിന്റെയും ഒക്കെ ചരിത്രമെന്ന് നമുക്കറിയാം. നമ്മുടെ മഞ്ഞുമാതാ പള്ളിയൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രം അതാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ടിപ്പു ആകുന്ന ശത്രു, നശിപ്പിക്കുന്ന, കൊല്ലുന്ന, മതം മാറ്റുന്ന, വിശ്വാസത്തെ തകർക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂർവീകരെ ചെയ്ത പ്രവൃത്തി അത് ഇന്ന് അതിശക്തമായിട്ട് നമ്മൾ ചെയ്യണം. കാരണം ശത്രുവാകുന്ന അന്നത്തെ ആ മനുഷ്യൻ കൊന്നൊടുക്കി. ഇന്ന് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാണ്ടല്ലോ, നശിപ്പിക്കുന്ന പ്രവൃത്തി സകലമാന മേഖലകളിലും പിശാച് അതിശക്തമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു. അച്ഛൻ എല്ലാ ദിവസവും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞില്ലേ, നമ്മുടെ ലയോ 14 മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം. ഒത്തിരി നമ്മുടെ മാർപ്പാപ്പ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളും ജപമാല പ്രദക്ഷിണങ്ങളും ഉദാശകൾക്ക് പ്രാധാന്യം കൊടുത്ത്, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ദൈവജനത്തെ തിന്മയ്ക്കെതിരെ അന്തിക്രിസ്തുവിന്റെ സാന്നിധ്യം, അവന്റെ പ്രവൃത്തികൾ അതിശക്തമായ, എന്താ പറയാ, ലോകം മുഴുവനും അറിയപ്പെട്ടിരിക്കുന്ന പൈശാചിക ശക്തി, അതിനെതിരെ ശക്തമായ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യുദ്ധത്തിൽ സൈന്യാധിപയായി നമുക്കറിയാം, നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരല്ല. ഈ വ്യക്തികളെ മാംസം പ്ലസ് രക്തം സമം മനുഷ്യൻ, അങ്ങനെ പറയുന്നത്. മാംസം പ്ലസ് രക്തം സമം മനുഷ്യൻ. അപ്പോ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ആണ് മനുഷ്യൻ നശിപ്പിക്കുന്നത്, അല്ലാണ്ട് ശരീരവും രക്തമൊന്നുമില്ല. അതുകൊണ്ട് ഈ ശക്തി പിശാച, ഈ ടിപ്പു സുൽത്താൻ കയറിയ പിശാച് അനേകം പേരെ കൊന്നൊടുക്കി. പൈശാചിക കൂട്ടായ്മയിലേക്ക് അവരെ നിർബന്ധിച്ച് മാറ്റി. ഇല്ലാത്തവരെ കൊന്നൊടുക്കി, വ്യഭിചരിച്ചു, അല്ലെങ്കിൽ വ്യഭിചാരില്ല, ബലാത്സംഗം ചെയ്തു. പിശാചിന്റെ പ്രവൃത്തി കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക. അത് അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് വേറെ രീതിയിൽ നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ. അത് കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറഞ്ഞ പോലെ ഒരു സ്ലോ പോയിസണിങ് ആണ്. അതായത് ഇങ്ങനെ സംഭവമുണ്ട്, നശിപ്പിക്കുന്ന, കൊല്ലുന്ന പ്രവൃത്തി. അത് പെട്ടെന്നല്ല. നമ്മളിങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടല്ലോ, തവളേനെ പിടിച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് തവള ചാടി രക്ഷപ്പെടും. ചൂടത്തിട്ടാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ചാടി പുറത്തിടും. എന്നാല് തവളയെ പിടിച്ച് നല്ല കൂളായിട്ടുള്ള വെള്ളത്തിലിടും. എന്നിട്ട് അടിയില് പതുക്കെ പതുക്കെ ചൂടാക്കാൻ നോക്കും. തവള ആ നല്ല ജലത്തിൽ ഇങ്ങനെ സുഖിച്ച് കിടക്കാൻ പതുക്കെ പതുക്കെ ചൂടാക്കും. അങ്ങനെ ചൂടാക്കി 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 ഈ തവള അതിൽ കിടന്ന് അതിന്റെ ഞരമ്പുകളും അതിന്റെ നാഡീ ഞരമ്പുകളും മസിലുകളൊക്കെ പതുക്കെ പതുക്കെ ചൂടേറി വീക്കായി 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 അത് ചൂടേറ്റ് 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 ആ തവള ആ വെള്ളത്തിൽ കിടന്ന് ചാവും. സ്ലോ പോയിസൺ. പതുക്കെ പതുക്കെ ചൂടാക്കി ചൂടാക്കി കുന്നുകളയും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ മക്കളെ ഭക്ഷണത്തിലൂടെ, വശീകരണ യന്ത്രങ്ങളിലൂടെ, സമ്മാനത്തിലൂടെ, ജടികമായ സംസാരത്തിലൂടെ, പല പല ആഭിചാര്യ ക്രിയകളിലൂടെ, കൊച്ചു കൊച്ചു മിഠായിലൂടെ, ലഹരി, പിന്നീട് പലതിലേക്കും നയിക്കുന്ന സ്ലോ പോയിസണിങ്, പെട്ടെന്ന് വെട്ടിക്കൊല്ലുക, പതുക്കെ പതുക്കെ കൊല്ലുന്ന പൈശാചിക സിനിമകൾ, മീഡിയ, കൂട്ടുകെട്ട്, ഇതൊക്കെ പതുക്കെ 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 ഒറ്റടിക്കില്ല, ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ അതിപ്രബലമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, സാത്താൻ നിഗൂഢമായി പ്രവർത്തി. ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഒരു ടീം വലിയൊരു കാര്യം ബോധ്യപ്പെടുത്തിയിരുന്നറിയോ?
ഭക്ഷണത്തിലൂടെയൊക്കെ ഇന്ന്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ നീണ്ട യാമങ്ങൾ ഭക്ഷണ കേന്ദ്രങ്ങൾക്ക് നിറച്ച ആൾക്കാരാണ്. ഭക്ഷണാസക്തി, അതുകൊണ്ട് ബന്ധപ്പെട്ട ചില വശീകരണ ശക്തികൾ കയറ്റി ആഭിചാര്യ വസ്തുക്കളാക്കി മാറ്റി ഹലാല് ഭക്ഷണങ്ങളൊക്കെ അതിലൂടെ ആ മന്തി, ഈ മന്തി, ആൽഫ, കിൽഫ, അങ്ങനെ പല പല ഇതിലൂടെ ഈ മക്കളെ മന്തിപ്പുകളാക്കി മാറ്റാം, ബുദ്ധിക്ക് അന്ധകാരം നിറയ്ക്കുക. അങ്ങനെ പല പല പാപത്തിലേക്ക്, പ്രേമക്കുരുക്കിലേക്ക് നയിക്കുന്ന പിശാചിന്റെ പ്രവൃത്തി അതിപ്രബലവും ശക്തമാണ്. പിശാചിനെ വിളിച്ചിറക്കുന്ന പ്രവൃത്തികൾ ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ കാലഘട്ടത്തില് അതിശക്തമായിട്ട് സ്വർഗം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളെ പറഞ്ഞു നടക്കണേ. അതുകൊണ്ട് തന്നെ മാതാവിന്റെ ജനനത്തിൽ നാള് നമ്മൾ നമ്മുടെ കാർന്നോമാര് 8 നോമ്പ് ആചരിച്ചതിന്റെ ചരിത്രമൊക്കെ പഠിച്ച്, അന്ന് ടിപ്പു സുൽത്താൻ ആണെങ്കിൽ ഈ പൈശാചിക ശക്തിയിൽ വന്നതെങ്കിൽ ഇന്ന് ആരും അറിയാത്ത വിധത്തില് ഈ പൈശാചിക ശക്തികൾ പ്രബലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ, മാതാവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത് ശത്രുവിനെതിരെ ശക്തമായ ആയുധമാക്കി ദൈവം തന്നിരിക്കുന്ന ഈ മഹായുദ്ധത്തെ ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം. അമ്മയെ കൂടെ നിർത്തണം. സൈന്യാധിപ, സൈന്യം നയിക്കട്ടെ, ഞങ്ങളെ നയിക്കണമേ. ഈ വിജയം തരാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്ത്രീ പരിശുദ്ധ അമ്മ. ഇത്ര ശക്തിയായ സ്ത്രീ വേറെ ഏത് സ്ത്രീയുള്ള ലോകത്ത് എവിടെയൊക്കെ നോക്കിയേ, ലൂർദില്, ഫാത്തിമയില്, വെച്ചുകോറിയില്, ഗാഡലുപ്പയില്, വേളാങ്കണ്ണിയില്, ഒത്തിരി ലോകത്തിന്റെ നാനാഭാഗങ്ങളില് ഈ അമ്മയാകുന്ന സ്ത്രീ, നീയും സ്ത്രീയും തമ്മിലും ശക്തമായ സാന്നിധ്യം സ്വാധീനം ചെലുത്തി കോടാനുകോടി മക്കളെ ലോകം മുഴുവനെയും സ്വാധീനിച്ച ഇതുപോലത്തെ ഒരു സ്ത്രീ ഉണ്ടോ? ഒരു പാവപ്പെട്ട കന്യക, നസറത്തും ആ പരിസരത്തും ചുറ്റി നടന്ന ഒരു ജീവിതം ജീവിച്ച ഒരു കന്യക ദൈവം ഉയർത്തി, ശത്രുവിനെതിരെ ശക്തമായ ആയുധമാക്കി ഉയർത്തി പരിശുദ്ധ അമ്മയെ. അതുകൊണ്ട് മക്കളെ, ഈ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കണം. അമ്മ നൽകുന്ന ഉത്തരീയത്തിന്റെ സംരക്ഷണം, ജപമാലയുടെ സംരക്ഷണം, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ജീവിതം. പറയാറുണ്ടല്ലോ, അമ്മയുടെ കരുത്തിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവ കൃപ അറിഞ്ഞവൾ, കർത്താവ് കൂടെയുള്ളവൾ. ഈ അഭിഷേകം നമുക്ക് കിട്ടണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. പ്രതാപം, ശക്തി നഷ്ടപ്പെട്ടു പോയ മക്കളെ ദൈവകൃപയില്, കർത്താവിന്റെ സാന്നിധ്യത്തില്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തില് തിരിച്ചു പിടിച്ച് വലിയൊരു വിടുതലിലേക്കും രക്ഷയിലേക്കും അഭിഷേകത്തിലേക്കും അതിലൂടെ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും നമ്മെ നയിക്കാൻ സ്വർഗം തന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാളില് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാനെ പോലെ ഈ അമ്മേനെ കുടുംബത്തിൽ സ്വീകരിക്കും മക്കളെ. ഇന്ന് പല ക്രിസ്ത്യാനികൾക്ക് മാതാവ് വേണ്ട, ഭയങ്കര ഡേഞ്ചറസാ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് മാതാവിനെ അകറ്റി നിർത്താം. മാതാവ് ഉണ്ടെങ്കിൽ പിശാച് തോറ്റു, അവ തോൽപ്പിക്കപ്പെടും. ഇത് വചനത്തിന്റെ, ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതാണ് ഈശോ പറഞ്ഞ, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. ആ നിമിഷം മുതൽ യോഹന്നാൻ ഈ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അമ്മയെ സ്വീകരിച്ച് അമ്മയെ കൂടെ നിർത്തി പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട സഭാ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ അമ്മയെ ചേർത്ത് പിടിക്കണം, വീട്ടിൽ സ്വീകരിക്കണം. പണ്ടൊക്കെ ഇത്രമാത്രം പൈശാചിക ശക്തി നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സ്വാധീനിച്ചിരുന്നില്ല. കാരണം സന്ധ്യാ പ്രാർത്ഥന വൈകുന്നേരങ്ങളൊക്കെ വഴിയിലൂടെ പോയാൽ പല വീട്ടിൽ നിന്ന് കേൾക്കാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഈ പ്രാർത്ഥന ഉയരുമായിരുന്നു. മാതാവിനെ വിളിച്ചിടപ്പെടുത്തുന്ന ജപമാല പ്രാർത്ഥനകളാൽ അഖിലിതമായപ്പോ ആ ദേശത്ത്, ആ കുടുംബത്ത്, ആ മക്കളില് പിശാച് കയറാൻ പേടിച്ചിരുന്നു. ഇതൊക്കെ മുടങ്ങിയപ്പോ ഇന്ന് പിള്ളേര് നാട് വിട്ടും വീടും വിട്ടും പല സ്ഥലങ്ങളില് മാതാവും ഇല്ല, ജപമാല ഇല്ല, എത്രയോ ഇല്ല. നമ്മുടെ മക്കള് ഒത്തിരി ധരിക്കണം. എത്ര മക്കളുണ്ട്? ജപമാല ചൊല്ലുന്ന എത്ര മക്കളുണ്ട്? മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട്? ക്രിസ്ത്യാനി മക്കളെ
ഒരു കാര്യം ഓർത്തോ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട മക്കള്, വേർതിരിക്കപ്പെട്ട മക്കള്, അനുകരിക്കപ്പെട്ട മക്കള്, അത് സ്വീകരിക്കാതെ പോയാൽ സാത്താൻ നമ്മെ അടിച്ചു വീഴ്ത്തും. ഒരു സംശയമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മള് കുടുംബങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കുന്ന ശുശ്രൂഷയിൽ കൂടിയാണല്ലോ മക്കളെ. അമ്മേനെ ചേർത്ത് പിടിക്കാം, കുടുംബത്തെ ചേർത്ത് പിടിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ, സാത്താനെ തകർത്തെറിയാൻ അമ്മ നമ്മുടെ സൈന്യാധിപയുടെ കൂടെയുണ്ട്. അമ്മയുടെ ജനത്തിരുന്നാളിൽ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിറച്ചു നൽകി തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയതും പിശാച് അടിമപ്പെടുത്തിയതും അവൻ ഇരയാക്കി മാറ്റിയതുമായ നമ്മുടെ മക്കളെ, കുടുംബത്തെ, സാമ്പത്തിക, ജോലി, ബിസിനസ്, പഠന മേഖലകളെ തിരിച്ചു പിടിക്കാൻ, സാധാരണ പിടിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സൈന്യാധിപയായി പരിശുദ്ധ അമ്മയെ നമുക്ക് കൂടെ നിർത്താം. അമ്മ മാതാവേ, യുദ്ധം നയിക്കണമേ. ആമേൻ. ദിവ്യസന്നിധിയിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിനത്തില് എല്ലാ കൃപകൾ നൽകി ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മയെ തന്ന ഈശോയെ സ്നേഹത്തോടെ അനുസരിച്ചുകൊണ്ട് അമ്മയെ സ്വീകരിച്ച് നമുക്ക് ജീവിക്കാം. യോഹന്നാനെ പോലെ, ആദിമസഭയെ പോലെ, സ്ത്രീകന്മാരെ പോലെ, അനേക വിശുദ്ധരെ പോലെ, രക്തസാക്ഷികളെ പോലെ നമുക്കും അമ്മയെ സ്വീകരിക്കാം. അമ്മ പറയുന്നത് കേൾക്കാം. കർത്താവിന് സ്വന്തമായി ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തില് അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയോട് ചേർന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഈ തിരുനാളില് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും തിരുനാൾ ദിനത്തിന്റെ വലിയ സമ്മാനങ്ങൾ കൃപകളായി, അനുഗ്രഹങ്ങളായിട്ട് ചൊരിയണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളില് അമ്മ പ്രത്യക്ഷപ്പെട്ട് അനേക മക്കളെ സ്വാധീനിച്ച്, അനേക മക്കളെ അങ്ങയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് സാത്താനെതിരെ ശക്തമായ പോരാട്ടത്തിൽ സൈന്യാധിപയായി അമ്മയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അമ്മയിലൂടെ അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അധികാരങ്ങളെ തകർക്കുന്ന അങ്ങയുടെ രക്ഷാകര പ്രവൃത്തിയെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയെ ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. യോഹന്നാനെ പോലെ അങ്ങയുടെ വലിയ മനസ്സാണല്ലോ ഈശോയെ, മാതാവിനെ സ്വീകരിച്ച് ഞങ്ങൾ ജീവിക്കണമെന്നുള്ളത് അങ്ങയുടെ അന്ത്യാഭിലാഷമായിരുന്നു. ഇതാ നിന്റെ അമ്മ ഞങ്ങൾക്ക് നൽകി അമ്മയെ. ഈശോയെ, അമ്മയെ സ്വീകരിച്ച് അമ്മയെ കുടുംബത്തിൽ കൂടെ നിർത്തി ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. അമ്മയെ വെറുത്തിട്ടുന്ന പോലെ ഉപേക്ഷിക്കുന്ന മക്കളുണ്ട്. അവരെയോർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണമേ. ഈശോ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള് ഒത്തിരി തിന്മ നിറഞ്ഞ, പൈശാചികം നിറഞ്ഞ, നശിപ്പിക്കാനും കൊല്ലാനും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ നിഗൂഢ തന്ത്രങ്ങള്, രഹസ്യമായ അജണ്ടകള്, അവന്റെ പദ്ധതികള്, അവന്റെ സ്ലോ പോയിസണിങ് പിന്നിലൂടെ ഒളിച്ചും പാത്തും കടന്നു വരുന്ന പൈശാചിക പ്രവൃത്തികൾ, അതെല്ലാം തകർത്തെറിയാൻ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പിശാചിന്റെ സകലവിധ തന്ത്രങ്ങളും അറിയാവുന്ന അവന്റെ വഴികളെ, അവന്റെ നിഗൂഢമായ അജണ്ടകളെ, അവന്റെ രഹസ്യമായ പ്രവൃത്തികളെ എല്ലാം അറിയുന്ന മമതാവിന്റെ സാന്നിധ്യം പിശാചിനെതിരെ ശക്തമായ ആയുധമായ പിശാചുമായിട്ട് ശത്രുതയില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മമാതാവിന് ശക്തമായ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ വിടുതൽ നൽകട്ടെ.
ടിപ്പു സുൽത്താന്റെ ആ ശപിക്കപ്പെട്ട കാലഘട്ടത്തില് അങ്ങയുടെ മക്കളെ രക്ഷിക്കുവാൻ അമ്മ മാതാവിന്റെ ശക്തമായ മധ്യസ്ഥത്തില് ഇടപെട്ട കർത്താവേ, അമ്മയിലൂടെ, അമ്മ സാന്നിധ്യത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കൂട്ടായ്മയില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ ഭവനങ്ങളില്, ഞങ്ങളുടെ സഭയില്, പൗരോഹിത്യത്തില്, സന്യാസ ജീവിതത്തില് സാത്താനെ തകർത്തെറിയാൻ, പരാജയപ്പെടുത്താൻ കർത്താവേ അമ്മ മാതാവിന്റെ സാന്നിധ്യവും ഇടപെടലും അതിശക്തമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. മക്കളെ, വലിയൊരു സമ്മാനം ഈശോ നമുക്ക് തരുന്നു. കൃപയുടെ അഭിഷേകത്തിന്റെ വലിയ നിറവ് അമ്മയിലൂടെ തരുന്നു. ഇതെല്ലാം സ്വീകരിക്കാം. നഷ്ടപ്പെട്ടു പോയ കൃപകളും അനുഗ്രഹങ്ങളും തിരിച്ചു തരാൻ, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയാൻ, അവനെ തല തകർക്കാൻ അമ്മ മാതാവിനെ തന്ന ആ വലിയ സ്നേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശ്വരത്തിന് മുമ്പിൽ നിന്ന് മാതാവിനെ ചേർത്ത് നമുക്ക് സ്വന്തമാക്കി പിടിക്കാം, സ്വീകരിക്കാം. അമ്മ നയിക്കട്ടെ, അമ്മ നയിക്കട്ടെ യുദ്ധം. സൈന്യാധിപയായി എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാൾ ദിനത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രത്യേകമാവിധം അമ്മ മാതാവിനോട് തരണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മാതാവിനെ സ്വന്തമായി സ്വീകരിച്ച് അമ്മയുടെ ശക്തമായ സൈന്യാധിപയായ നേതൃത്വത്തില് സാത്താന്റെ തല തകർക്കാൻ കൃപയാൽ ശക്തിയാൽ നിറയപ്പെടാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ദൈവമക്കളെ, അമ്മയുടെ ജന്മതിരുനാളില് ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളോട് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. ഇന്ന് നമ്മുടെ കാർമൽ ടീം അംഗമായ ബ്രദർ ജെസിമിൻ 91 സങ്കീർത്തനം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്ന ആ വലിയ സംരക്ഷണത്തില് അദ്ദേഹം ആ അത്യുന്നത സംരക്ഷണത്തിന്റെ സങ്കീർത്തനം അതിമനോഹരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങളത് പങ്കെടുക്കണം, അത് നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലും വാഹനത്തിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി ഉപയോഗിക്കാവുന്ന അതിമനോഹരമായ ഒരു ചാൻഡിങ്, ഒരു ആലാപനം 91 സങ്കീർത്തനത്തില് ആ വലിയ ദൈവിക ശക്തി പ്രകടമാക്കിക്കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയില് നമ്മൾ പ്രത്യേകമാവിധത്തിൽ പങ്കുചേരണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഉൾപ്പെടുത്തിയാണ്. കാർമൽ ധ്യാന കേന്ദ്രത്തില് നമ്മുടെ ധ്യാനങ്ങളില് ശുശ്രൂഷകളിലൊക്കെ സജീവ സാന്നിധ്യമാണ് ബ്രദർ. നല്ല അഭിഷേകത്തോടെ പ്രാർത്ഥനയോടെയാണ് ഞാൻ പലവട്ടം കേട്ടു. ഒത്തിരി അഭിഷേകത്തോടെയാണ് ആ 91 സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത്, പ്രാർത്ഥിച്ചിരിക്കുന്നത്. നമുക്ക് പങ്കുചേരാം. ഒത്തിരിയേറെ കർത്താവിന്റെ സംരക്ഷണവും നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക്, ജോലി, സാമ്പത്തിക എല്ലാ മേഖലകൾക്കും ലഭിക്കാൻ വേണ്ടി ഈ സങ്കീർത്തനം നമുക്കറിയാം. എല്ലാവർക്കും വൈകാട്ട് അറിയാവുന്ന സങ്കീർത്തനമാണല്ലോ 91 സങ്കീർത്തനം. ആ
ആ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനിടയാകട്ടെ. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന എല്ലാവരും പങ്കെടുക്കുക, അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഈ കാലഘട്ടത്തില് കർത്താവിന്റെ സംരക്ഷണത്തില് നമ്മുടെ മക്കൾ പരിപാലിക്കപ്പെടാനിടയാകട്ടെ. അതിനെല്ലാം ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ഈ ആലയത്തിലൂടെ, മീഡിയയിലൂടെ കർത്താവ് ഒരുക്കുന്ന മഹനീയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ബ്രദർ ജെസ്വിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകമായ ശുശ്രൂഷ പങ്കെടുക്കാൻ വെച്ച് നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ അതിനെല്ലാം ഓർത്ത് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും വാഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ